മാർവൽ ഈ വർഷത്തെ സാൻഡിയാഗോ കോമിക്കോണിൽ ഹോളേജ് പാനലിൽ വെച്ച് ഫാൻസിന് മാത്രമായിട്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ രണ്ടാമത്തെ ട്രെയിലർ ഒഫീഷ്യലി കാണിച്ചിരിക്കുകയാണ്. ഓൺലൈനിൽ റിലീസ് ആയിട്ടില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന നിരവധി ആളുകളിലൂടെ പല വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ട്രെയിലർ തുടങ്ങുന്നത് വിക്ടർ വോൺ ഡൂമിനെ കാണിച്ചുകൊണ്ടാണ്. റോബർട്ട് ഡൗണി ജൂനിയർ അവതരിപ്പിക്കുന്ന ഡോക്ടർ ഡൂം ഒരു സിംഹാസനത്തിൽ അല്ലെങ്കിൽ ഒരു ത്രോണിൽ ഇരിക്കുന്ന ആദ്യ ഷോട്ട്. ഈ സമയത്ത് ഫാന്റാസ്റ്റിക് ഫോർ ടീമിലെ സ്യൂ സ്റ്റോം അഥവാ വെനസ കെർബിയുടെ കഥാപാത്രം വിക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവൾ പറയുന്നത് വിക്ടർ ഒരു കാലത്ത് മിടുക്കനായ മനുഷ്യനായിരുന്നു എന്നാണ്. വിക്ടർ വാസ് ഓൾവേസ് ദ സ്മാർട്ടസ്റ്റ് ഗൈ ഇൻ ദ റൂം, ഹി യൂസ് ടു ബി ഡിഫറെന്റ് എന്ന രീതിയിലാണ് നരേഷൻ പോകുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് വരുന്നു, എവറിത്തിങ് ഹി ലവ്ഡ് വാസ് ടേക്കൺ ഫ്രം ഹിം. അതായത് വിക്ടർ സ്നേഹിച്ചിരുന്ന എല്ലാം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇതിലൂടെ ഫാന്റാസ്റ്റിക് ഫോറും ഡോക്ടർ ഡൂമിനും തമ്മിലുള്ള പഴയ ബന്ധമുണ്ടെന്ന് മാർവൽ വീണ്ടും സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് റീഡ് റിച്ചാർഡ്സിന് ഡൂമിനെ വളരെ നന്നായി അറിയാമെന്ന ഫീൽ ഈ ട്രെയിലർ നൽകുന്നുണ്ട്. അതിനുശേഷം ട്രെയിലർ വേഗത്തിൽ പല കഥാപാത്രങ്ങളെയും കാണിച്ചു പോകുന്നുണ്ട്. തോർ, ക്യാപ്റ്റൻ അമേരിക്ക, ബ്ലാക്ക് പാന്തർ, ഷാങ്ചി, ലോക്കി, സൈക്ലോപ്സ്, മെഗ്നീറ്റ, ഗാംബിറ്റ് എന്നിങ്ങനെ അവഞ്ചേഴ്സ്, ഫാന്റാസ്റ്റിക് ഫോർ, തണ്ടർബോൾട്സ്, എക്സ്മെൻ യൂണിവേഴ്സിലെ നിരവധി കഥാപാത്രങ്ങളെ ഒരുമിച്ച് കാണിച്ചു പോകുന്നു. ഇതുവരെ മാർവൽ ചെയ്തതിൽ ഏറ്റവും വലിയ ക്രോസ് ഓവർ ഇവന്റ് ആയിരിക്കും ഡൂംസ്ഡേ എന്ന ഇത് തന്നെ വലിയ തെളിവാണ്. പിന്നീട് ട്രെയിലറിൽ ഒരു വലിയ ഡിസ്ട്രക്ഷൻ സീൻ കാണിക്കുന്നു. മുഴുവൻ ന്യൂയോർക്ക് സിറ്റിയും തകർന്നു കിടക്കുന്ന രീതിയിലുള്ള ഒരു സീൻ. കെട്ടിടങ്ങളെല്ലാം നിലംപൊത്തിയിരിക്കുന്നു. അതുകൊണ്ട് റീഡ് റിച്ചാർഡ്സ് ഒരു ചോദ്യം ചോദിക്കുന്നു, ഇതെല്ലാം വിക്ടർ ചെയ്തതാണോ? അവിടെ നിന്നാണ് ട്രെയിലറിന്റെ ടോൺ മുഴുവൻ മാറുന്നത്. പിന്നീട് ഡോക്ടർ ഡൂം നേരിട്ട് സംസാരിക്കുന്നു. അവന്റെ ഡയലോഗ് വളരെ പവർഫുൾ ആയിരുന്നു. ഓൾ ഓഫ് യു ഹാവ് ലിവ്ഡ് സ്റ്റോളൻ ലൈഫ്സ്. ഈ ഒരു ഡയലോഗ് മാത്രം നോക്കിയാൽ ഡോക്ടർ ഡൂം മൾട്ടിവേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഓരോ യൂണിവേഴ്സിലുമുള്ള ആളുകൾ ജീവിക്കേണ്ട ജീവിതമല്ല ഇപ്പോൾ ജീവിക്കുന്ന എന്ന തരത്തിലുള്ള ഫിലോസിക്കൽ ഡയലോഗാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം തോർ നേരിട്ട് ഡോക്ടർ ഡൂമിനെ ആക്രമിക്കുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ ഫൈറ്റ് തുടങ്ങുമെന്ന് കരുതുന്ന സമയത്ത് ഡോക്ടർ ഡൂം കൈകൊണ്ട് തന്റെ ഹാമർ പിടിച്ചു നിർത്തുന്നു. അത് വളരെ എളുപ്പത്തിൽ വലിച്ചെറിയുകയും ചെയ്യുന്നു. അതുമാത്രമല്ല തോറിനെ മാജിക് പവേഴ്സ് ഉപയോഗിച്ച് പിന്നിലേക്ക് തെറിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ മാർവൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടർ ഡൂം ഒരു സാധാരണ മനുഷ്യനല്ല. മാജിക്, ടെക്നോളജി, ഇന്റലിജൻസ് എല്ലാം ചേർന്ന ഒരു ഓവർ പവർഡ് ആയിട്ടുള്ള വില്ലനായിട്ടായിരിക്കും നമ്മൾ ഡൂമിനെ ഈ ഒരു പടത്തിൽ കാണാൻ പോകുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ട്രെയിലറിലെ ഏറ്റവും വലിയ സർപ്രൈസ്. അതിനുശേഷം ഡോക്ടർ ഡൂം തന്റെ പവർ ഉപയോഗിച്ച് നിലത്ത് നിന്ന് സെന്റിനൽസ് റോബോട്ടിനെ ഉയർത്തുന്നു. അതെ, എക്സ്മെൻ സിനിമകളിൽ നമ്മൾ കണ്ട അതേ സെന്റിനൽസ് റോബോട്ടിന്റെ മറ്റൊരു വെർഷൻ. ഒന്നോ രണ്ടോ അല്ല, മുഴുവൻ ഒരു ആർമി ഓഫ് സെന്റിനൽ റോബോട്ട്സ്. ഇതാണ് അവഞ്ചേഴ്സ്, ഫാന്റാസ്റ്റിക് ഫോർ, എക്സ്മെൻ എല്ലാവരും ഒരുമിച്ച് പോരാടേണ്ട പ്രധാന ത്രെട്ടാകാൻ സാധ്യത. ഇതോടൊപ്പം മാർവൽ വീണ്ടും സിനിമയുടെ സ്കെയിൽ എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ സിനിമയിൽ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഡോക്ടർ ഡൂം മാത്രമല്ല, ക്രിസ് ഇവാൻസ്, ക്രിസ് ഹെംസ്വർത്ത്, പോൾ റെഡ്, സെബാസ്റ്റ്യൻ സ്റ്റാൻ, ആന്റണി മാക്കി, സിമു ലിയു, ഫാന്റാസ്റ്റിക് ഫോർ ടീം, തണ്ടർബോൾട്സ് ടീം, എക്സ്മെൻ ടീമിൽ നിന്നുള്ള പാട്രിക് സ്റ്റുവർട്ട്, ഇയാൻ മെക്ലീൻ, ജെയിംസ് മാർഡൻ, കെൽസി ഗ്രാമർ, ആലൻ കമ്മിങ്, റബേക്ക റോംജീൻ, ചാനിങ് ടാറ്റം എന്നിവരും ഉണ്ടാകും. മാർവൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ നോക്കിയാൽ മാർവൽ കഴിഞ്ഞ ഡിസംബർ മുതൽ ഡൂംസ്ഡേക്ക് 4 ടീസർ ട്രെയിലറുകൾ പോലുള്ള ക്ലിപ്പുകൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ക്രിസ് ഇവാൻസിന്റെ ക്യാപ്റ്റൻ അമേരിക്കയുടെ തിരിച്ചുവരവും, തോർ ലവും, ഫാന്റാസ്റ്റിക് ഫോർ ടീമും, വക്കാൻഡൻസും, എക്സ്മെൻ ടീമിന്റെ MCU ഡെബ്യൂട്ടും ഒക്കെ ടീസ് ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന കോമിക്കോൺ ട്രെയിലർ ആ പഴയ ടീസറുകളെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു വലിയ പ്രിവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഒരു അവഞ്ചേഴ്സ് സിനിമ മാത്രമല്ല, ഇത് എക്സ്മെൻ, ഫാന്റാസ്റ്റിക് ഫോർ, തണ്ടർബോൾട്സ്, എക്സ്മെൻ എല്ലാവരും ഒരുമിക്കുന്ന മാർവലിന്റെ ഏറ്റവും വലിയ ഇവന്റ് ആകാനാണ് പോകുന്നത്. ഡോക്ടർ ഡൂം ഇതിനകം തന്നെ MCUയിലെ ഏറ്റവും ഡേഞ്ചറസ് വില്ലനാണെന്ന സൂചന ഈ ആദ്യ ഫുട്ടേജ് തന്നെ നൽകുന്നുണ്ട്. ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? ഡോക്ടർ ഡൂം ശരിക്കും സെന്റിനൽസ് ആർമിയെ ഉപയോഗിച്ച് അവഞ്ചേഴ്സിനെ തോൽപ്പിക്കുമോ? നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ഫാൻ തിയറീസും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.